ഹലോ, അസ്സലാമലൈക്കും. വയനാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടൊരു പൊക്കവട ഇട്ടതാണ്. ചക്ക ചെറുതായി എരിഞ്ഞെടുത്തതാണിത്. കട്ടി കുറഞ്ഞ ചക്ക നല്ലത്. അതുപോലെ ഒരു സവാള വലുത്, പിന്നെ ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ ഞാനിതിലേക്ക് ഇച്ചിരി കടലമാവ് ഇട്ട് കൊടുക്കുക കേട്ടോ. കടലമാവ് കുറച്ചിട്ടാൽ മതി. ലേശം അരിപ്പൊടിയും, ഇനി ഉള്ളിയും ഇഞ്ചിയും. ഒരു ചക്ക ആയത് കാരണം ഗ്യാസ് ഇല്ലാതിരിക്കാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില, ഉപ്പിട്ട് കൊടുത്ത് കായപ്പൊടി നുള്ളിലും കഴിഞ്ഞു. നന്നായി തിരുമ്പി അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കുക. ഇനി ഉള്ളിയിൽ നിന്ന് ഇറങ്ങി വരട്ടെ. കുറച്ച് കഴിയുമ്പോൾ വടേൻ്റെ ഇതാക്കി വെച്ചതാണ്. എന്താണ് ഇത്? ചക്ക വരച്ച ഓയിൽ തന്നെയാണ്. അതിലേക്ക് തന്നെ ഞാൻ വടയും കൂടെ അങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ച. എൻ്റെ അടുപ്പൊക്കെയാണ് ഇട്ടത്. ചക്കവടയാണ്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇത് ഇരുന്ന് ഉള്ളിയിലെ വെള്ളം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളെല്ലതും ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചക്ക ഇട്ട് കൊടുത്ത് അത് ഇതാട്ടെ. ഇപ്പോൾ ചക്ക കൊണ്ട് ഉള്ളിവട നല്ല ടേസ്റ്റാട്ടോ. പൊക്കവട ചെറുതാക്കിയതാണ്, ഞാൻ പിന്നെ വലുതാക്കിയിട്ടതാണ്. ഇതുപോലെ എല്ലാം മറിച്ചിടട്ടെ. നമ്മളെ ചക്ക റെഡിയായിട്ടോ. ഞാൻ മൂത്തത് ഇങ്ങോട്ട് എടുക്കുക. ഇതൊക്കെ നല്ല മൂത്താണ്. കോരിയെടുക്കുക. നല്ല രസമായിട്ടത് തിന്നാനും ഒന്ന് ഉണ്ടാക്കി വെക്കണം എല്ലാവരും. ചക്ക കൊണ്ടുള്ള മൈദ ചേർത്താൽ ഏറ്റവും ടേസ്റ്റാണ്. ഞാൻ പിന്നെ ഇതാ ചേർത്തു. നല്ല ഞെരിയണം. ചുമന്ന കളറാണ്. അത് വേട്ടെ. അപ്പം നമ്മളെ ചക്കേൻ്റെ ഉള്ളിവട നല്ല ടേസ്റ്റ് കേട്ടോ. എനിക്ക് തോന്നുന്നു മൈദയിൽ ഉണ്ടാക്കിയതിലും രസപ്പം ഇതിലിട്ട് കടലമാവിൽ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം. അസ്സലാമു അലൈക്കും.